ഹലോ ഫ്രണ്ട്സ്, ടെക് ലിസിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ ഫോണായ ഐഫോൺ 12 സീരീസിലെ ഐഫോൺ 12 പ്രോയുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂവുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആപ്പിൾ പുറത്തിറക്കിയ ഫോണുകൾ ആദ്യത്തെ 5G ഹാൻഡ്സെറ്റാണ് ഐഫോൺ 12 എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 12 പ്രോ. അതിൻ്റെ ബോക്സിൻ്റെ ലുക്കിൽ തന്നെ നല്ലൊരു ചേഞ്ച് ഇത്തവണ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആക്സസറീസ് എന്തൊക്കെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് കേബിൾ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ പവർ അഡാപ്റ്ററും ഹെഡ്ഫോൺസും സോൾഡ് സെപ്പറേറ്റ്ലി എന്ന് പ്രത്യേകം ഇതിൽ എഴുതിയിട്ടുണ്ട്. 4 കളർ വേരിയൻസ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് പസഫിക് ബ്ലൂ എന്ന് പറഞ്ഞ കളർ വേരിയൻ്റ് ആണ്. ഇത് 256 GB സ്റ്റോറേജിൻ്റെയാണ്. 128 GBയുടെയും 512 GBയുടെയും വേരിയൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഐഫോൺ 12ൻ്റെ പാക്കിങ്ങിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐഫോൺ 10ൻ്റെ ബോക്സ് ഇതാണ്. അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ സൈസ് വല്ലാതെ ചെറുതാക്കിയിട്ടുണ്ട് അവരത്. വേറൊന്നും കൊണ്ടല്ല, അതിൽ അഡാപ്റ്ററില്ല, ഹെഡ്സെറ്റും ഇല്ല. അപ്പോൾ പിന്നെ ബോക്സ് ഈ ഒരു സൈസ് മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഫോൺ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിനകത്തുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസും മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആദ്യം നോക്കുമ്പോൾ നമുക്ക് സിം സ്ലോട്ട് ഓപ്പൺ ചെയ്യാനുള്ള പിന്ന് കാണാം. അതുപോലെ തന്നെ അതിനെ മാനുവൽ വളരെ ചെറിയൊരു മാനുവലാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് ചാർജിങ് കേബിളാണ്. ടൈപ്പ് C2 ലൈറ്റ്നിങ് കേബിളാണിത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പവർ അഡാപ്റ്റർ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അത് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അപ്പോൾ നമുക്ക് ഫോൺ നോക്കാം. എന്തായാലും പസഫിക് ബ്ലൂ കളർ വേരിയൻറ്റ് നല്ല അടിപൊളി ലുക്ക് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഒരു പേപ്പർ സ്റ്റിക്കറാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പുതിയ ഫോൺ വാങ്ങിയിട്ട് ആ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 12 പ്രോ എന്ന് പറയുന്നത്. എന്തായാലും ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഐഫോൺ 5 സീരീസിലുണ്ടായിരുന്ന പോലുള്ള ഒരു ബോക്സ് സ്ട്രക്ചറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്ലോസി ഫിനിഷിലുള്ള സർജിക്കൽ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ടഫസ്റ്റ് മെറ്റീരിയലാണ് ഇത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പവർ ബട്ടൺ സൈസ് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വോളിയം ബട്ടൺസും അതുപോലെ തന്നെ സൈലൻറ്റ് മോഡിലേക്ക് ആക്കാനുള്ള ബട്ടണും കൊടുത്തിരിക്കുന്നത്. സ്ലിം സ്ലോട്ടും ഇത്തവണ ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ചാർജ് ചെയ്യാനുള്ള സ്ലോട്ടും 2 സ്പീക്കേഴ്സും അതുപോലെ തന്നെ മൈക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് സെറാമിക് ഷീൽഡാണ്. അതുകൊണ്ട് തന്നെ താഴെ വീണാലും പെട്ടെന്ന് ക്രാക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ സ്ക്രാച്ചസ് വരുന്നുണ്ടെന്ന് കുറച്ച് സൈറ്റുകളിലൊക്കെ ഫീഡ്ബാക്ക് കണ്ടു. ഇതിൽ കൊടുത്തിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത് A14 ബയോണിക് ചിപ്പാണ്. മറ്റേതൊരു സ്മാർട്ട് ഫോൺ ചിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ 50% ഫാസ്റ്റർ CPU ആൻഡ് GPU ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഓണാക്കാൻ പോവാണ്. നമ്മുടെ ആപ്പിൾ ലോഗോ വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യണം. ആപ്പിൾ ID ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ. സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഇതിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡോൾബി വിഷൻ ഡിസ്പ്ലേ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡോൾബി വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിലിം മേക്കേഴ്സൊക്കെ എങ്ങനെയാണോ ആ ഫിലിം ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കളർ ഗ്രേഡിയൻറ്റും അതിൻ്റെ കളർ ടോണൊക്കെ എങ്ങനെയാണോ അവർ കൊടുക്കുന്നത് അതേ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് ഈ ഡോൾബി വിഷൻ്റെ പ്രത്യേകത. ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.1 ഇഞ്ചാണ്. ഐഫോൺ 12 പ്രോയുടെ മറ്റൊരു മെയിൻ ഫീച്ചറാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ക്യാമറ സിസ്റ്റം. പ്രോ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
12 മെഗാ പിക്സലിൻ്റെ 4 ക്യാമറാസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 3 റയർ ക്യാമറാസും ഒരു ഫ്രണ്ട് ക്യാമറയും. 26mm ഒരു വൈഡ് ആംഗിൾ ക്യാമറയും 13mm അൾട്രാ വൈഡ് ക്യാമറയും 65mm ടെലിഫോട്ടോ ക്യാമറയും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രൂ ടോൺ ഫ്ലാഷും ലൈഡാർ സ്കാനറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈഡാർ സ്കാനർ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ഇതിനകത്ത് വരുന്ന 4 ക്യാമറകളിലും ഡീപ് ഫ്യൂഷൻ ടെക്നോളജി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസിന് നല്ല ഡീറ്റെയിലിങ്ങും ഷാർപ്നെസ്സും ലഭിക്കുന്നുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലും ഡോൾബി വിഷൻ റെക്കോർഡിംഗ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം 4K 60 FPS നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പോർട്രേറ്റ് മോഡിലൊക്കെ ലഭിക്കുന്ന ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റി തന്നെയാണ്. അത് ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. ഇതിൽ സ്കിൻ ടോണൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് പുതിയതായി വന്നിട്ടുള്ള നൈറ്റ് മോഡ് തന്നെയാണ്. നൈറ്റ് മോഡ് റയർ ക്യാമറാസിലും മാത്രമല്ല ഫ്രണ്ട് ക്യാമറയിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്ത കുറച്ച് വീഡിയോസ് ഞങ്ങൾ കാണിക്കാം. ഇത് നമ്മൾ ഫോൺ വാങ്ങിയ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇത് അവിടെ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്ന ടി വിയിലുള്ള വീഡിയോസാണ്. ആ ടി വിക്ക് അകത്ത് ഉള്ള വീഡിയോസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആ വീഡിയോയ്ക്ക് അകത്ത് വരുന്ന ആളുകളുടെ തന്നെ സ്കിൻ ടോണൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്കിതിൽ സാധിക്കുന്നുണ്ട്. 12 മെഗാ പിക്സലിൻ്റെ ക്യാമറാസാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ ഇതിലും കൂടുതൽ മെഗാ പിക്സലുള്ള ക്യാമറാസ് അല്ലേ? പക്ഷേ ഇതിൽ ഈ ക്ലാരിറ്റി ലഭിക്കുന്നതിന് കാരണം ഇതിൻ്റെ പ്രോസസ്സിംഗ് ആണ്. ഇതിൻ്റെ പ്രോസസ്സിങ്ങിലുള്ള സോഫ്റ്റ്വെയറിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു ക്ലാരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തായാലും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് iPhone 12 Proയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കാണുന്ന വീഡിയോ നമ്മൾ നൈറ്റിൽ ഡ്രൈവ് ചെയ്തിരുന്ന സമയത്ത് കാറിനകത്ത് ഇരുന്ന് ഗ്ലാസ് പോലും ഓപ്പൺ ചെയ്യാതെ ഇരുന്ന് എടുത്തിട്ടുള്ള വീഡിയോസാണ്. നമുക്കപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നൈറ്റ് മോഡ് വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നത്. ഈവൻ കാറിനകത്ത് ഇരുന്നിട്ടുള്ള ആ ഷെയ്ക്ക് ചെയ്യുന്നത് പോലും, ക്യാമറ ഷെയ്ക്ക് ചെയ്യുന്നത് പോലും ഈ വീഡിയോസിൽ നമുക്കത് ഫീൽ ചെയ്യുന്ന പോലും ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നൈറ്റ് മോഡിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് നൈറ്റ് മോഡ് വീഡിയോസ് ലഭിക്കുന്നുണ്ട്. നൈറ്റ് മോഡ് വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന കാര്യത്തിൽ iPhone 12 Pro നല്ല അടിപൊളി തന്നെയാണ്. ഓവറോൾ iPhone 12 Proനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ ഇതിൻ്റെ 5G സപ്പോർട്ടൊക്കെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.